ഹായ് ഫ്രണ്ട്സ്, നമ്മൾ പ്രൈസ് ആക്ഷനെ പറ്റി, പ്രൈസ് ആക്ഷനകത്ത് വരുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്യുകയാണ്. തുടക്കമാണ്, ഇടയ്ക്കിടയ്ക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് കാണും, അല്ല ഫ്രീ ആകുമ്പോൾ ഞാൻ ചെയ്യാം. ഓക്കെ, എന്താണ് പ്രൈസ് ആക്ഷൻ? നമ്മളിപ്പം എവിടെ നോക്കിയാലും പ്രൈസ് ആക്ഷൻ എക്സ്പേർട്സ് ആണല്ലോ നമ്മൾ കാണുന്നത്. ടെലിഗ്രാം ആയാലും വേറെ എവിടെ നോക്കിയാലും പ്രൈസ് ആക്ഷൻ ട്രേഡർ, പ്രൈസ് ആക്ഷൻ ടിപ്സ് അങ്ങനെയൊക്കെയാണല്ലോ. നമ്മൾ ജസ്റ്റ് നോക്കാം പ്രൈസ് ആക്ഷൻ എന്താണെന്ന് നോക്കാം. ഓക്കെ, പ്രൈസ് ആക്ഷൻ ഇൻട്രൊഡക്ഷൻ എന്ന് വെച്ചാൽ, ടു അണ്ടർസ്റ്റാൻഡ് പ്രൈസ് ആക്ഷൻ വി റിയലി നീഡ് ടു അണ്ടർസ്റ്റാൻഡ്. പ്രൈസ് ആക്ഷൻ എന്താണെന്ന് അറിയണമെങ്കിൽ നമ്മൾ ബാക്കിയുള്ള കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. വാട്ട് ഹാപ്പൻ ഇൻ ദ പാസ്റ്റ്, മുന്നേ മാർക്കറ്റിൽ എന്താണ് നടന്നിട്ടുള്ളത് എന്നുള്ളത് നമ്മളിന്ന് വാച്ച് ചെയ്യണം. പഴയകാല മാർക്കറ്റ് വാച്ച് ചെയ്യണം. ഒബ്സർവ് വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ദ പ്രസൻറ്റ്, ഇപ്പോൾ എന്താണ് നടക്കുന്നുള്ളത് പ്രസൻറ്റ് ചെയ്യണം. ദെൻ വി ട്രൈ ടു പ്രെഡിക്റ്റ് വെയർ ടു ഗോ നെക്സ്റ്റ്. അടുത്തിനി എവിടം വരെ പോകാൻ സാധ്യതയുണ്ട്. മുകളിലോട്ടാണെങ്കിൽ എവിടം വരെ പോകാം, താഴോട്ടാണെങ്കിൽ എവിടം വരെ പോകാമെന്നുള്ളതാണ്. ഇതെല്ലാം പ്രിഡിക്റ്റ് ചെയ്യുന്ന ഇതിലൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരിതാണ് പ്രൈസ് ആക്ഷൻ. ദെൻ ഇത് ഫസ്റ്റ് വീഡിയോ ആണ്, ഇത് ബാക്കി വീഡിയോ പുറകെ വരും. സോ ബിഫോർ വി ഗോ ഇൻ ഡീറ്റെയിൽ, കോമൺലി യൂസ് ചെയ്യുന്ന സ്റ്റോക്ക് മാർക്കറ്റിൽ ഉപയോഗിക്കുന്ന വാക്കുകളാണ്. ലോങ് മീൻസ് ബൈ, ഷോർട്ട് എന്ന് വെച്ചാൽ സെൽ, ബുൾസ് ബയേഴ്സ് കൂടുമ്പം ബുള്ളിഷ് എന്ന് പറയും. ബയേഴ്സ്, സെല്ലേഴ്സ്, ബുള്ളിഷ്. അപ് ട്രെൻഡ് ആകുമ്പോൾ ബുള്ളിഷ് എന്ന് പറയുന്നത്. ബെയറിഷ് എന്ന് വെച്ചാൽ ഡൗൺ ട്രെൻഡ്. ഓക്കെ, മാർക്കറ്റ് വാസ് ഡൗൺ. ബുള്ളിഷ് ക്യാൻഡിൽ സ്റ്റിക്സ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു ക്യാൻഡിൽ സ്റ്റിക്സിൻ്റെ അത് 5 മിനിറ്റോ 10 മിനിറ്റോ ഏത് ക്യാൻഡിൽ സ്റ്റിക്ക് എടുത്താലും ഓപ്പണിംഗ് പ്രൈസിനേക്കാൾ കൂടുതലായിരിക്കും, മുകളിലാണ് അതിൻ്റെ ക്ലോസിംഗ് പ്രൈസ് എന്നുണ്ടെങ്കിൽ ബുള്ളിഷ് ക്യാൻഡിൽ സ്റ്റിക് എന്ന് പറയും. ഓക്കെ, ഇപ്പം ഒരു ക്യാൻഡിൽ അല്ലെങ്കിൽ ഒരു സ്റ്റോക്കിൻ്റെ പ്രൈസ് 90 ഓപ്പണായി 95 ക്ലോസ് ചെയ്താൽ ഇതാണ് ബുള്ളിഷ് ക്യാൻഡിൽ സ്റ്റിക്സ് എന്ന് പറയും. ബെയറിഷ് ക്യാൻഡിൽ എന്ന് വെച്ചാൽ എന്താണ്? ഓപ്പണിംഗ് പ്രൈസിനേക്കാൾ താഴെ ആയിരിക്കും ക്ലോസിംഗ് പ്രൈസ്. എന്ന് വെച്ചാൽ 90 രൂപയ്ക്ക് ഓപ്പണായ സാധനം 85 രൂപയാണ് ആ പർട്ടിക്കുലർ ക്യാൻഡിൽ ക്ലോസ് ചെയ്യുന്ന സമയത്ത് അത് ക്ലോസ് ആവുന്നത് വെച്ചാൽ അതിന് ബെയറിഷ് ക്യാൻഡിൽ എന്ന് പറയും. പിന്നെ റിസ്ക് റിവാർഡ് റേഷ്യോ എന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ ഒരു സ്റ്റോക്ക് മേടിക്കുകയാണ്, 90 രൂപയ്ക്ക് മേടിച്ച് നമ്മളൊരു റിസ്ക് ഒരു 4 രൂപ കൊടുത്തു കഴിഞ്ഞാൽ വാട്ട്സ് യുവർ ടാർഗറ്റ്? 90 മേടിച്ച് 86 സ്റ്റോപ്പ് ലോസ് ഇട്ട് നമുക്ക് 4 രൂപ റിസ്ക് എടുക്കുമ്പോൾ അവിടെ എത്ര രൂപ നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നത്? 4 രൂപയ്ക്ക് 94 എം ജി എന്നുണ്ടെങ്കിൽ 1:1 അല്ലേ? പിന്നെ 98 എന്നുണ്ടെങ്കിൽ 1:2 ആണ് റിസ്ക് റിവാർഡ് റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇതാണ് ഇനിഷ്യലി ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ്. ഓക്കെ, ഇഫ് യു ലൈക്ക് join with us on Telegram, Price Action Tradings. Then join with us on YouTube, Price Action Tradings, and the Malayali trader also. Okay, thank you.